ഞാൻ പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് പോലും തെറ്റാണ്. ഇസ്ലാമോഫ്രൈറ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമിനെ ഭയക്കണം, മുസ്ലിങ്ങളാണ് ഇസ്ലാമിന്റെ ഇരകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ആരിഫ് ഹുസൈനെ പോലെയുള്ള യുക്തിവാദികൾ പറഞ്ഞതിന്റെ പേരിലൊന്നും തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അത് യുഗയുഗാന്തരം മനുഷ്യന് പ്രകാശം നൽകി പ്രതിസന്ധികളുടെ തീമലകളെ അതിജയിച്ച് തിരുമധുരം മറ്റു മതങ്ങളെയോ അല്ലാതെ അനിൽകുമാറോ ആരിഫ് ഹുസൈനോ ഫക്രുദ്ദീനോ പറഞ്ഞു ക്ലബ് ഹൗസിൽ ചർച്ച ചെയ്യുക അത്തരം ഒരു ചർച്ചക്കാണോ മാതൃഭൂമി ഞങ്ങൾ വിളിച്ചു വരുത്തിയിട്ടുള്ളത്? ഇസ്ലാമിനെ തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തകർക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉസ്താദുമാരെടുക്കുന്ന പണിയാണ്. അത് ഉസ്താദുമാരുടെ പീഡനം മുതൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്നത്. അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നു തട്ടത്തിൽ കൈപൊള്ളിയോ. എനിക്ക് വളരെ രസകരമായിട്ടാണ് ഇപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നതിന് ശേഷമുള്ള സംസാരങ്ങളൊക്കെ തോന്നിയത്. ഇവർ പറയുന്നത് നമ്മൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ അനിൽകുമാറിനെ പോലെയുള്ള ഒരു വ്യക്തി ഇത്രമാത്രം ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പം മിണ്ടാതിരിക്കലായിരുന്നു നല്ലത് എന്നുള്ള ശ്രീ ഫക്രുദ്ദീൻ അലിയുടെ പോലും സ്റ്റേറ്റ്മെന്റിനെ അത്ഭുതപ്പെടുത്തുകയാണ്. ഇന്ത്യയിൽ നമ്മളിപ്പം സ്വാഭാവികമായിട്ടും കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ച, ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങൾ, ഇവിടെയുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് നേരെ അക്രമങ്ങൾ നടക്കുന്നുണ്ട്. ഇസ്ലാമോഫോബിക് എന്ന് പറയുമ്പോൾ ഒരു ഫാസിസ്റ്റ് കൈൻഡ് ഓഫ് അപ്രോച്ച് ഇവിടെയുള്ള സ്ത്രീകൾക്ക് നേരെ നടക്കുന്നുണ്ട്. അതിൽ മുസ്ലിം സ്ത്രീകളുടെ വസ്ത്രം ഒരു വലിയ വിഷയമാണ്. ഇത് ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിൽക്കുന്ന ഒരു വിഷയം കൂടിയാണ്. അങ്ങനെ ഒരു വിഷയത്തിന്റെ പുറത്ത് കേരളത്തിലുള്ള CPMന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി ഭാരവാഹി ഒരു പൊതുസമൂഹത്തിൽ ഒരു പൊതു ഇടത്ത് വന്ന് ചർച്ചയിൽ സംസാരിക്കുകയും സ്ത്രീകളുടെ തട്ടം അത് ഊരി വെക്കുമ്പോഴാണ് അവർ പുരോഗമനവാദികളാവുന്നത് എന്ന് പറയുന്നതിനെ ഒട്ടും ഗൗനിക്കാതെ ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ വെറുതെ ചർച്ചയുണ്ടാക്കി സംസാരിച്ച് സമയം കളയരുത് എന്നുള്ള ഒരു രാഷ്ട്രീയ ബോധ്യത്തിന് ഞാൻ എങ്ങനെയാണ് കാണേണ്ടതെന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് അറിയാൻ മേലാഞ്ഞോണ്ട് ചോദിക്കാം, എന്താ നിന്റെ ഉദ്ദേശം? അദ്ദേഹം എന്തുകൊണ്ട് മലപ്പുറം എന്ന വാക്ക് ഉപയോഗിച്ചു? എന്തുകൊണ്ട് മുസ്ലിം സ്ത്രീയുടെ തട്ടം എന്നുള്ള വാക്ക് ഉപയോഗിച്ചു? ഈ രണ്ട് വാക്കുകൾക്കും ഒരു രാഷ്ട്രീയ പ്രസക്തി ഉണ്ട്. ഇല്ല എന്ന് രാഷ്ട്രീയക്കാരനായിട്ടുള്ള ഒരു അനിൽകുമാറിനെ പോലെയുള്ള വ്യക്തി അത്തരത്തിലുള്ള ഒരു സദസ്സിൽ പോയി സംസാരിക്കില്ലല്ലോ. അപ്പം ഈ വാക്കുകൾ കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ ബോധത്തിൽ നിന്ന് വന്നതാണ്. അദ്ദേഹം പേറുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് ആശയത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്. ഇന്ന് ശ്രീ ഗോവിന്ദമാഷ് അതിനെ തള്ളിക്കളഞ്ഞിട്ടുണ്ട് എങ്കിലും കമ്മ്യൂണിസത്തിന്റെ ബേസിക് ആയിട്ടുള്ള അജണ്ടയുടെ ഭാഗമായിട്ട് അദ്ദേഹം രാഷ്ട്രീയ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങനെ ഒരു തള്ളിക്കളയുന്ന സ്റ്റേറ്റ്മെന്റ് പോലും നടത്തിയത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തൊക്കെയാണ് ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ്? നമ്മളൊരു സിനിമയിലെ ഒരു രംഗമാണ് എനിക്കിപ്പോ ഓർമ്മ വരുന്നത്. അത് ബിഗ് ബി എന്ന് പറയുന്ന സിനിമയിൽ മമ്മൂട്ടി കുറച്ച് ഗുണ്ടകളെ തല്ലാൻ പോകുമ്പോൾ മമ്മൂട്ടിയുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു നരുന്ത് പയ്യൻ കൂടെ ഉണ്ടായിരുന്ന ആ വലിയ ഗുണ്ടയെ കയറി ഒന്ന് തല്ലും. അപ്പൊ മമ്മൂട്ടി നീ എന്തിനാ തല്ലിയെന്ന് ചോദിക്കുമ്പോൾ പറയും ഒരു സ്റ്റൈലിന് അവിടെ ഇരിക്കട്ടെ എന്നുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞ പോലെ അവിടെ ആ ഒരു ആംബിയൻസിലൂടെ കിട്ടിയിട്ടുള്ള ഒരു കോൺഫിഡൻസിൽ ഇവിടുത്തെ പുരോഗമനം എന്നൊക്കെ പറയുന്ന സംഗതിയുടെ ഏറ്റവും വലിയ വക്താക്കളായിട്ട് കുറെ കാലം നടിച്ചു നടന്നിരുന്ന ഇടതുപക്ഷം അതിന്റെ വക്താവായിട്ടുള്ള അനിൽകുമാർ നടത്തിയ ഒരു പരാമർശം ഒരു തള്ളായിരുന്നു സത്യത്തിൽ ആ പറഞ്ഞ കാര്യം. ഒന്നാമത് അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ. രണ്ട്, ഗോവിന്ദമാഷ് പറഞ്ഞ കാര്യത്തിൽ ഒരു തെറ്റുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു തെറ്റുമില്ല. നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം അവിടെ വസ്ത്രം എന്ന് പറയുന്ന സംഗതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു തെറ്റുമില്ല. പക്ഷേ എന്റെ ചോദ്യം അതല്ല. ഹിജാബ് എന്ന് പറയുന്നത്, തട്ടം എന്ന് പറയുന്നത് ഒരു വസ്ത്രമാണോ എന്നതാണ് ചോദ്യം. ഞാൻ 101% ഉറപ്പിച്ചു പറയുന്നു, അല്ലെങ്കിൽ ഈ ലോകത്ത് ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബിനെതിരെ നടന്നുകൊണ്ടിരിക്കുന്ന ആ പ്രക്ഷോഭത്തിന്റെ പശ്ചാത്തലത്തിൽ ഞാൻ തറപ്പിച്ചു പറയും, ഹിജാബ് എന്ന് പറയുന്നത്, തട്ടം എന്ന് പറയുന്നത് ഉൾപ്പെടെ ആ പർദ്ദ ഉൾപ്പെടുന്ന ആ വസ്ത്രത്തിന്റെ മൊത്തം കാറ്റഗറി എന്ന് പറയുന്നത് അത് ചാസ്റ്റിറ്റി എന്ന് പറയുന്ന ഒരു വാക്കുമായിട്ട് ചേർത്ത് വെക്കപ്പെടുകയും അതിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ആളുകളെ തല്ലിക്കൊല്ലുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഇരുന്ന് ഞാൻ പറയും ഹിജാബ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഭാഗമായ തട്ടം എന്ന് പറയുന്ന ഒരു വസ്ത്രമല്ല, അതൊരു മതചിഹ്നമാണ്. ഇവിടെ അനിൽകുമാർ പറഞ്ഞ കാര്യം, അവിടെ ആ തട്ടം എന്നുള്ളത് മാറ്റിയിട്ട് നമ്മളൊന്ന് സങ്കല്പിക്കുക. അവര് ഇടതുപക്ഷം നടത്തിയ ആ ഒരു പരിപാടി, അത് നടത്തിയ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് തിരുവനന്തപുരത്തുള്ള നമ്പൂതിരിമാര് പൂണൂല് പൊട്ടിച്ചെറിഞ്ഞത് എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഇവിടുത്തെ പ്രതികരണം? അപ്പൊ പൂണൂൽ എന്ന് പറയുന്നത് അതൊരു മതത്തിന്റെ ഒരു ചിഹ്നമായിട്ടും അതല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില കാഴ്ചപ്പാടുകളായിട്ട് നമുക്ക് സ്ഥാപിക്കാൻ കഴിയുകയും അതിനൊരു പുരോഗമനം എന്ന രീതിയിൽ വാഴ്ത്താൻ നമുക്ക് കഴിയുകയും ചെയ്യുമെങ്കിൽ എന്തുകൊണ്ട് സാധിക്കുന്നു? അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൊണ്ടാണ്. അത് വസ്ത്രമല്ല, അതൊരു ചിഹ്നമാണ് എന്നതുകൊണ്ട്. ആരോട് ഇതിങ്ങനെ എത്ര വട്ടം പറഞ്ഞു?
അതായത് മണ്ടത്തരം പറയാൻ ചെറിയ വേദിയെന്നോ വലിയ വേദിയെന്നോ ഒന്നുമില്ല. ഏത് വേദിയിലും നമുക്ക് ഇതേപോലെ അബദ്ധങ്ങൾ വിളിച്ച് പറയാനേ ഞാൻ അവിടെ ഉദ്ദേശിച്ചുള്ളൂ. ഓക്കെ. രണ്ടാമത്തെ കാര്യം, ഇവിടെ മതസ്വാതന്ത്ര്യമുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഈ മതസ്വാതന്ത്ര്യം എന്ന പേരിൽ ഇവിടെ പറഞ്ഞു വെക്കുന്ന തട്ടം എന്ന് പറയുന്ന സാധനം ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഒപ്രഷൻ. അത് ഇന്ന് ലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന സംഗതിയാണ്. അത് ഒപ്രഷനെ മാത്രം അവിടെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നിരിക്കെ അത് ചെറിയ തോതിലെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണല്ലോ അതിനെക്കുറിച്ച് അവിടെ പറയേണ്ടി വന്നത്. താങ്കൾ തന്നെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. അത് ഒരു സിംബോളിക്കായിട്ട് പറഞ്ഞതാണ്. ഒരു പുരോഗമനം എന്ന ഒരു സംഗതിയെ ചൂണ്ടിക്കാണിക്കുക, സ്ത്രീകളുടെ ഉള്ളിൽ ഉണ്ടാകുന്ന അവരുടെ പേഴ്സണൽ റൈറ്റ്സിനെ കുറിച്ചുള്ള ഒരു ബോധ്യത്തെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയിട്ട് എടുത്തു പറഞ്ഞ രൂപമ മാത്രമാണ്, ഒരു സിംബൽ മാത്രമാണ് എന്ന് പറഞ്ഞ അതവിടെ തീർന്നു. അതല്ലാതെ അത് ഇടരുത് എന്നോ അത് ഇടിക്കില്ല എന്നോ അത് ഇടുന്നവരെ കൊണ്ട് മുഴുവൻ അഴിച്ചു വെപ്പിക്കുന്നൊന്നും അവിടെ പറഞ്ഞിട്ടില്ല. അങ്ങനെ വിദ്യാഭ്യാസം കൊടുത്തപ്പോ തങ്ങളുടെ ആ പേഴ്സണൽ റൈറ്റ്സിനെ, ഹ്യൂമൻ റൈറ്റ്സിനെ കുറിച്ച് മനസ്സിലാകുന്ന മുറയ്ക്ക് സ്ത്രീകൾ അത് ഊരി വെക്കാൻ പോലും തയ്യാറായി എന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾ അനുഭവിച്ചിരുന്ന ഓപ്പറേഷനിൽ നിന്നും അവർക്ക് പുറത്ത് കടക്കാൻ കഴിഞ്ഞു എന്നാണ് അതിന്റെ അർത്ഥം. അത് തന്നെയാണ് അവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. അതിനിപ്പോ ചെറിയ വേദിയിലായാലും വലിയ വേദിയിലായാലും അത് എസൻസ് ആയിക്കോട്ടെ ഏത് തന്നെ ആയാലും അത് അറിയാതെയാണെങ്കിലും പുറത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് നല്ലൊരു സംഗതി എന്ന് മാത്രമല്ല അത് പറയാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം അത് അനിൽകുമാറിനുണ്ട്. അത്തരത്തിലുള്ള പേഴ്സണൽ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന് അതിനൊപ്പമാണ് നമ്മൾ നിലനിൽക്കുന്നത്. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? കൊണ്ടുപോയി ഉപ്പിലിട്ട് വെക്കും. ഒറ്റ കാര്യം കൂടി, ഇവിടെ ഗണപതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഷംസീറിന് എങ്ങനെയാണോ ഇവിടെ CPM അവിടെ ഒരു സപ്പോർട്ട് കൊടുത്തത്, സമാനമായ ഒരു സപ്പോർട്ട് ഇവിടെ അനിൽകുമാറിന് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷെ ഇപ്പുറത്ത് ഇസ്ലാം ആയതുകൊണ്ട് മുട്ടിലടിച്ച് അവിടെ മുട്ടുകുത്തി വീണിരിക്കുകയാണ്. വളരെ വളരെ നാണം കെട്ട ഒരു രീതിയാണ് ഇപ്പൊ നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? തട്ടമിട്ടാൽ അത് പുരോഗമനമല്ല എന്ന് വരികയും തട്ടമൂരലാണ് പുരോഗമനം എന്ന് പറയുന്നത് കേവലം ഒരു മതവിമർശത്തിനപ്പുറം ഒരു സൊസൈറ്റിയെ, ഒരു കമ്മ്യൂണിറ്റിയെ, അവരുടെ ഉത്ഥാനത്തെ, അവരുടെ നവജാഗരണങ്ങൾ മുഴുവൻ നിഷേധിക്കുകയാണ്, റദ്ദ് ചെയ്യുകയാണ് ശരിക്കും അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ? അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതിനെതിരെ കടുത്ത രീതിയിലുള്ള പ്രതികരണം ആവശ്യമാണ്. അത് കമ്മ്യൂണിസത്തിൻ്റെ ഒരു ആശയം എന്നതിനൊക്കെ അപ്പുറം ഒരു കമ്മ്യൂണിറ്റിയെ വളരെ കൃത്യമായി കോർണറൈസ് ചെയ്യുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. എത്രയോ തട്ടമിട്ട കുട്ടികൾ UN-ൽ പോയി പ്രസംഗിക്കുന്നു, ഹൈലി എഡ്യൂക്കേറ്റഡായി പലതരത്തിൽ പൊളിറ്റിക്സിൽ പ്രവർത്തിക്കുന്നുണ്ട്, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്നുണ്ട്. തട്ടം അവർക്കൊരു ഭാരമാവുകയോ അതുകൊണ്ട് അവരുടെ പുരോഗതി തടഞ്ഞു എന്നത് എങ്ങനെ തെളിയിക്കാൻ കഴിയും? അതെന്താ ചർച്ചയാക്കാത്തത്? അതും മലപ്പുറത്തെ എന്തുകൊണ്ട് വീണ്ടും എടുത്തു പറയുന്നു? മലപ്പുറം എന്താണ്, മുസ്ലിങ്ങളുടെ മാത്രം ഒരു ജില്ലയാണ്. അപ്പോൾ കൃത്യമായ ഒരു അജണ്ട ഇവർക്കുണ്ട്. ഇതിന്റെ പിന്നിൽ വമ്പൻ സ്രാവുകളും നീലത്തിമുങ്കലും ഒക്കെ ഉണ്ട്. പിന്നെ എല്ലാ കാലത്തെയും പോലെ ഇപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെയും അവരുടെ ആശയത്തെയും സംശയത്തോടെ തന്നെയാണ് വിശ്വാസികളായിട്ടുള്ള ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ കാണുന്നത്. എന്റെ കഷ്ടകാലം എന്നല്ലാതെ എന്ത് പറയാൻ? കാരണം രണ്ട് നിലപാടാണ് പലപ്പോഴും. ഞാൻ പറഞ്ഞു, കർണാടകയിലുള്ള നിലപാടല്ല കേരളത്തിലേക്ക് വരുമ്പോഴത്. കഴിഞ്ഞ തവണ അധികാരത്തിലിരുന്ന സർക്കാരാണ് SPC യൂണിഫോമുമായിട്ട് ആമിന ബിൻ ബഷീർ എന്ന് പറഞ്ഞ പെൺകുട്ടിയെ കോടതിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. അപ്പം പലപ്പോഴും ഇവരുടെ ഇരട്ടത്താപ്പ് പിന്നെ പുറം ലോകത്തിന് മുൻപിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആശയങ്ങളും അവരുപയോഗിക്കുന്ന സ്റ്റേറ്റ്മെന്റുകളും വൈരുദ്ധ്യമായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത്. അവിടെയൊന്നും വെച്ചേക്കല്ലേ. പിന്നെ ഇവിടെ ഒരു കാര്യം എടുത്തു പറയാനുള്ളത്, ഹിജാബ്, തട്ടം എന്നൊക്കെയുള്ള വാക്കുകൾ ചിഹ്നങ്ങളായിട്ട് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ആർട്ടിക്കിൾ 25ന്റെ ആ ഒരു ആർട്ടിക്കിളിൽ പറയുന്ന കാര്യം, നിങ്ങൾക്ക് ഈ രാജ്യത്ത് ഈ ഭരണകൂടത്തിനൊരു മതവുമില്ല, പക്ഷെ ഈ രാജ്യത്തുള്ള എല്ലാ വിശ്വാസികൾക്കും അവരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും സിംബലുകളും ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനും അത് പ്രൊപ്പഗേറ്റ് ചെയ്യാനും പറ്റും എന്നുള്ളതാണ്. അങ്ങനെ വരുമ്പം എനിക്ക് ഹിജാബ് ഉപയോഗിക്കാം എന്നുള്ളത് പോലെ പൊട്ടു തൊട്ടുകൊണ്ട് ശ്രീ സോണിയാഗാന്ധിയെയും സുഷമ സ്വരാജിനെയും ബൃന്ദ കാരാട്ടിനെയും ഒക്കെ നിങ്ങൾക്ക് കാണാം. പക്ഷെ എൻ്റെ തട്ട് മാത്രമാണ് പ്രശ്നമാവുന്നത്. അതിനെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത്. എന്തുകൊണ്ട് ബൃന്ദ കാരാട്ട് വലിയൊരു പൊട്ടു തൊടുമ്പോൾ അത് പ്രശ്നമാവുന്നില്ല? എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. എല്ലാ കാലത്തും CPM ഉപയോഗിച്ചിട്ടുള്ള രീതികൾ ഇത് തന്നെയാണ്. അവർ മതമില്ല എന്ന് പറയുകയും മതസ്ഥരായിട്ടുള്ള ആളുകളെ കൂട്ടുപിടിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സോവിയറ്റ് റഷ്യ മുതൽ ഇങ്ങോട്ടുള്ള കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യം നമ്മളോട് പറഞ്ഞു തരുന്നത്. അതിന്റെ ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ശ്രീ അനിൽകുമാറിന്റെ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളത്.
ഈ അറിവ് എവിടെ നിന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. ഗോവിന്ദ മാഷിക്ക് അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു ആനുകൂല്യം നമുക്ക് കൊടുക്കാൻ പറ്റുമായിരുന്നു. എപ്പോഴാണെന്ന് വെച്ചാൽ ഇത് ആദ്യമായിട്ട് സംഭവിച്ചതാണെങ്കിൽ നമ്മൾ കഴിഞ്ഞൊരു 2 വർഷത്തെ ചരിത്രം മാത്രം എടുത്തു നോക്കുക. ഇവിടെ യൂണിസെക്സ് യൂണിഫോമിന്റെ ചർച്ച വന്നു, സ്കൂളിലെ സെക്സ് എഡ്യൂക്കേഷന്റെ ചർച്ച വന്നു, ഇവിടെ യൂണിഫോം സിവിൽ കോഡിന്റെ ചർച്ച വരുന്നു. അങ്ങനെ അനേകം ചർച്ചകൾ വരുമ്പോൾ ഒരു പ്രത്യേക മതവിഭാഗത്തിന്റെ മുന്നിലെത്തുമ്പോൾ അതിന്റെ വക്താവ് ഇവിടെ ഇരിക്കുകയും കൂടി ചെയ്യുമ്പോൾ തന്നെയാണ് ഞാൻ പറയുന്നത്, സമസ്തയുടെ മുന്നിലെത്തുമ്പോൾ മുട്ടിടിച്ചു നിൽക്കുന്ന കാഴ്ച അത് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിരന്തരം നമ്മൾ കാണുകയാണ്. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അപ്പൊ ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഈ ഒരു അതിപ്രധാനമായ ശ്രദ്ധ കൊടുക്കുന്നത് ഉൾപ്പെടെ ഒരു തിരുത്തലുകൾ കൊടുക്കുന്നത് ഉൾപ്പെടെ അതിനൊക്കെ കാണിക്കുന്ന ഈ ശുഷ്കാന്തി ഉണ്ടല്ലോ, അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കാനെങ്കിലും പറ്റണം. അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. വല്ല കാര്യമുണ്ടോ? എന്തിനാണ് ഇങ്ങനെ ഇല്ലാന്ന് നടക്കണേ? മതത്തിന് എല്ലാ മതങ്ങളോടും സമദൂരം പാലിക്കാൻ കഴിയണം. അവിടെ ഏതെങ്കിലും ഒരു മതത്തിന്റെ മാത്രം പിന്നാലെ കൂടരുത്. ഒരു ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇവിടെ സ്ത്രീകളുടെ സ്വത്തവകാശം സംബന്ധിച്ചിട്ടുള്ള ഒരു കേസ് യൂണിഫോം സിവിൽ കോഡിന്റെ ഒക്കെ ചർച്ച വരുന്നതിന് മുന്നേ തന്നെ ഇവിടെ ഉണ്ടായതാണ്. ഇവിടെ സർക്കാർ, ഈ ഇടത് സർക്കാർ എന്താണ് സത്യവാങ്മൂലം കൊടുത്തത്? ശരിയത്താണ് ശരി എന്ന് പറയുന്ന നിലപാടാണ് എടുത്തത്. എന്താണ് ശരിയത്താണ് ശരി? സ്ത്രീക്ക് പുരുഷന്റേതിന് പകുതി കിട്ടിയാൽ മതി എന്ന് പറയുന്നത് ശരിയാണെന്നാണോ പറയുന്നത്? ഇവിടെ ഇരിക്കുന്ന ആളുകൾ സമ്മതിക്കോ? ഇത് തെറ്റാണെന്ന് പറയുന്നത്. ഇനി ഈ ലിറ്റ്മസിന്റെ തന്നെ പരിപാടി, ഈ എസൻസിന്റെ ഈ പ്രോഗ്രാമിന് തന്നെ യൂണിഫോം സിവിൽ കോഡ് വേണമോ എന്ന് ചോദിച്ചുകൊണ്ടൊരു ഇന്റർവ്യൂ നടത്തി ഫറൂഖ് കോളേജിൽ പോയിട്ട്. അവിടെ നടത്തിയ ആ ഒരു ഇന്റർവ്യൂവിൽ അനേകം മുസ്ലിം പെൺകുട്ടികൾ വന്ന് പറയാണ് യൂണിഫോം സിവിൽ കോഡ് വേണം, തുല്യതയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. ആ പറഞ്ഞതിന്റെ പേരിൽ ആ പെൺകുട്ടികളുടെ വീടുകളിൽ നിന്ന് വലിയ പ്രശ്നം ഉണ്ടാവുകയും ആ വീഡിയോയിൽ പ്രത്യക്ഷപ്പെട്ട പെൺകുട്ടികൾ എസൻസിനെ വിളിച്ചു എന്നാണ് അറിയുന്നത്. അങ്ങനെ ആ വീഡിയോ അവിടുന്ന് ഡിലീറ്റ് ചെയ്യുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ടെങ്കിൽ മറ്റു മതങ്ങളിൽപ്പെട്ട ആളുകൾ യൂണിഫോം സിവിൽ കോഡ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഇല്ലാത്ത പ്രശ്നം മുസ്ലിങ്ങളുടെ വീട്ടിൽ നിന്നും ഈ പെൺകുട്ടികളുടെ വീട്ടിൽ നിന്നും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ സൂചിപ്പിക്കുന്നത്? അവിടെ ഇസ്ലാമിനൊരു കൊമ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊമ്പ്. എന്താ ഉറക്കം വരുന്നു? ഞാൻ പറയുന്നത് ഇസ്ലാമോഫോബിയ എന്ന് പറയുന്ന വാക്ക് പോലും തെറ്റാണ്. ഇസ്ലാമോഫ്രൈറ്റ് എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാമിനെ ഭയക്കണം, മുസ്ലിങ്ങളാണ് ഇസ്ലാമിന്റെ ഇരകൾ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നിൽക്കുമ്പോൾ ഇവിടെ ഗോവിന്ദ മാഷിക്ക് അങ്ങനെ ഒരു സംശയത്തിനുള്ള ഒരു ആനുകൂല്യം കൊടുക്കാനില്ല. ഗോവിന്ദ മാഷ് ഇവിടെ എങ്ങനെയാണോ ഇതുപോലെ ഷംസീറിന്റെ വിഷയത്തിൽ ഒരു സപ്പോർട്ട് ഷംസീറിന് കൊടുത്തത്, ഗണപതി വിഷയത്തിൽ സമാനമായ സപ്പോർട്ട് അനിൽകുമാർ കൊടുക്കണം. സംഗതി മൂപ്പര് തള്ളിയതാണെങ്കിലും ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിരുന്നു, കൊടുക്കാൻ സാധിച്ചില്ല. അവിടെ ഇസ്ലാമിനെ കണ്ട് ഭയന്നു നിൽക്കുകയാണ്. ആ ഭയം സ്വാഭാവികമാണ്, അത് ശരിയായ ഭയം തന്നെയാണ്. പക്ഷേ അങ്ങനെ ഭയക്കാൻ തുടങ്ങിയാൽ ഇതിന്റെ അന്ത്യം ഉണ്ടാവില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജ് മാത്രമേ കണ്ടിട്ടുള്ളൂ. നിനക്ക് എങ്ങനെ കിട്ടി കുട്ടി ധൈര്യം? ആരിഫ് ഹുസൈനെ പോലെയുള്ള യുക്തിവാദികൾ പറഞ്ഞതിന്റെ പേരിലൊന്നും തകർന്നു പോകുന്ന ഒരു പ്രസ്ഥാനമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. അത് യുഗയുഗാന്തരം മനുഷ്യന് പ്രകാശം നൽകി പ്രതിസന്ധികളുടെ തീമലകളെ അതിജയിച്ച് തിരുമധുരം ഇസ്ലാമിനെയോ മറ്റു മതങ്ങളെയോ അല്ലാതെ അനിൽകുമാറോ ആരിഫ് ഹുസൈനോ ഫക്രുദ്ദീനോ പറഞ്ഞു. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. ഇവിടെ ഉസ്താദ് പറഞ്ഞു ഇതിനെ ആർക്ക് തകർക്കാൻ കഴിയില്ല എന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഒരു യുക്തിവാദി എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ ഒരു എക്സ് മുസ്ലിം എന്നുള്ള രീതിയിലൊക്കെ ഞാൻ പറയുകയാണ്, ഞങ്ങൾ എടുക്കുന്ന പണിയേക്കാൾ വളരെ എളുപ്പം ഇവിടെ ഫലിച്ചുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ തകർക്കാൻ ഏറ്റവും എളുപ്പത്തിൽ തകർക്കുന്നത് ആരെന്ന് ചോദിച്ചാൽ ഉസ്താദുമാരെടുക്കുന്ന പണിയാണ്. അത് ഉസ്താദുമാരുടെ പീഡനം മുതൽ കുട്ടികൾക്ക് നേരെ ഉണ്ടാവുന്നത്. ഇവൻ ഒരു നടക്കി പോകുകയല്ല. അത് മുതൽ ഇവിടെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം മരക്കഴുത. ക്ഷമ കൈക്കൊള്ളുക. ഓക്കെ, സ്ത്രീകൾ വിദ്യാഭ്യാസം നേടിക്കഴിയുമ്പോണ്ടാവുന്ന ആ വ്യത്യസ്തത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്തുള്ള പൊള്ളത്തരങ്ങൾ മനസ്സിലാകും എന്നതാണ്. ഉസ്താദുമാര് പറയുന്നതിലെ മണ്ടത്തരങ്ങൾ ഉൾപ്പെടെ മനസ്സിലാകും എന്നുള്ളതാണ്. ഞാൻ ഒരു സർവേ റിപ്പോർട്ട് മാത്രം പറയാം. എക്സ് മുസ്ലിംസ് ഓഫ് നോർത്ത് അമേരിക്ക എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ആ സംഘടന 2021 നടത്തിയ ഒരു സർവേ റിപ്പോർട്ടിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മതം ഉപേക്ഷിച്ച് പുറത്തേക്ക് പോയതിന്റെ കാരണങ്ങൾ കാണിക്കുന്നത്, അതിന്റെ കാരണം, ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഈ മതം അവരുടെ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാക്കുന്ന ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കോൺഫ്ലിക്ട്സ് ആണ്. അതാണ് ഏറ്റവും കൂടുതൽ ആളുകൾ മതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുണ്ടായ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുക. അതിൽ ഏതൊക്കെ പെടും? ഈ പറയുന്ന തട്ടം ഉപയോഗിച്ചുകൊണ്ട് ഇറാനിൽ ഉൾപ്പെടെ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് പ്രക്ഷോഭം,
ഇന്നിനി വയ്യ നാളെ വന്നും ബാക്കി വാങ്ങിച്ചോ. ഞാൻ പറയുന്നു, ഇപ്പൊ ഈ ഇരിക്കുന്ന ആളുകളെ വിളിച്ചു ചേർത്തുകൊണ്ട് ഈ ഇറാനിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഹിജാബ് പ്രക്ഷോഭത്തിനെ കുറിച്ച് ഒരു ചർച്ച നടത്തിയാൽ അഭിലാഷിന് മനസ്സിലാവും ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ ഹിജാബിനെ കുറിച്ചുള്ള ശരിയായ ധാരണ എന്താണെന്നുള്ളത്. ആ ചർച്ചയിൽ എന്നെ ഒന്ന് വിളിക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അപ്പൊ നമുക്ക് കാണാൻ കഴിയും ഹിജാബ് വസ്ത്രമാണോ മതചിഹ്നമാണോ എന്നുള്ളത്. കിട്ടിയ മുതലും പലിശ ചേർത്ത് കിട്ടി. ആരും കണ്ടില്ല വാ അമ്മേ.